അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ബുധനാഴ്ചയാണ്. എല്ലാ ബുധനാഴ്ചയും നമ്മളൊരു പൊതുവായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട, നമ്മളെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ, നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്ന പൊതുവായ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട, നാം അനുവർത്തിക്കേണ്ട, അല്ലെങ്കിൽ നാം മറന്നു പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഒരു ഓർമ്മപ്പെടുത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദുആ ചെയ്യും. ദുആ ചെയ്യാത്ത മനുഷ്യരില്ല. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ദുആ ചെയ്യും. എന്നാൽ പരിശുദ്ധമായ പ്രാർത്ഥന, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ വജ്രായുധമാണ്. വാളും പരിചയം ഒന്നും വേണ്ട, പ്രാർത്ഥന മതി അവനെ വിജയത്തെ എത്തിക്കാനെന്നാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാറില്ല. എന്തേ കാരണം? നമ്മുടെ ശ്രദ്ധ കുറവാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം 5 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ 10 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ വജബത്ത് ലഹുൽ ഇജാബ, അവൻ ഇജാബത്ത് നിർബന്ധമാണ്. 5 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാനേ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനയാണ് നമുക്കുള്ളൂ, പ്രാർത്ഥനയെ നമുക്കുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം, ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്യുക. എന്തെങ്കിലും സ്വതക്ക, അത് 5 രൂപയാകട്ടെ, 10 രൂപയാകട്ടെ, 50 രൂപയാകട്ടെ, 100 രൂപയാകട്ടെ, എത്രയും കൊടുക്കുക. നമ്മുടെ സമ്പത്തിന്റെ വരുമാനം, നമ്മുടെ സാമ്പത്തിക ശേഷി, ഭദ്രത നമുക്കറിയാം. അപ്പൊ നമ്മ ഉസ്താദെ എന്നും കൊടുക്കുക ആരും വരൂല, ആരെങ്കിലൊക്കെ വരുമ്പം കൊടുക്കും. ഉമ്മമാരെ, നമ്മുടെ ഫോണിന്റെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയാ, ഒരു ഗ്രൂപ്പുകൾ നോക്കിയാ, ഇന്ന സ്ഥലത്ത് ഇന്ന രോഗി കിടപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന രോഗി കിടപ്പുണ്ട്, എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്യണം. ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ആളുകളില്ലല്ലോ. കല്യാണത്തിന് പോലും പോക്കറ്റ് ഇപ്പൊ ഗൂഗിൾ പേ കൊണ്ടാ നിൽക്കണേ. അതുപോലെ എത്രയോ ആളുകളുടെ സഹായങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കഴിയുന്നത് ഒരു 10 രൂപ, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം നടക്കാനുണ്ട്, ഒരു 100 രൂപ നമ്മൾ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ദുആ ചെയ്യാം. ആ ദുആ അല്ലാഹ് സ്വീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്രയും ആകാം, നീ എങ്ങുമില്ല, നമ്മൾ അവിടേക്ക് ആരും വരണമെന്നില്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാലോ, കൊണ്ടു കൊടുക്കുന്ന സ്വതക്കയ്ക്ക് വലിയ കൂലി ഉണ്ടെന്നാണ്. തേടി വരുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതുകൊണ്ട് വേഗം പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ കാര്യം, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. എങ്ങും പോണ്ട, വീട്ടിൽ ഉമ്മയുണ്ട്, ഉമ്മക്ക് ഒരു 100 രൂപ എടുത്തു, ഉമ്മ ഇത് വെച്ചേക്കാൻ സന്തോഷം, ഇവിടെ നിങ്ങൾ ദുആരക്കും, ദുആക്ക് ഇജാബത്തുണ്ട്. വാപ്പ അത് ചായ കുടിക്കാൻ ഇരിക്കട്ടെ, നിങ്ങൾ ദുആരക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവ്, അത് സ്വതക്കയാണ്. അങ്ങനെ കൊടുത്ത് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്. രണ്ടാമത്തത്, സ്വലാത്ത് അധികമായി ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. സ്വലാത്ത്, ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്ക് എത്രയോ സ്വലാത്തുകൾ അറിയാം. അൽഹംദുലില്ലാഹ്. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ അൽഹംദുലില്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളും ഓരോരോ സ്വലാത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഓരോ ആഴ്ചകളും ഓരോ സ്വലാത്ത് നമ്മൾ പഠിക്കാറുണ്ട്. ആ സ്വലാത്തുകളൊക്കെ ഒരുപാട് ഉമ്മമാർ എഴുതി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഒരു 100 സ്വലാത്ത്, ഒരു 33 എണ്ണം, അല്ലെങ്കിൽ ഒരു 11 എണ്ണം, ചുരുങ്ങിയത് ഒരു സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് നിങ്ങൾ ദുആരക്കിൻ, ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്നാണ്. മൂന്നാമത്തത്, നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന. തിങ്കളും വ്യാഴം, റമളാൻ മാസത്തിൽ മാത്രമാണോ എന്നില്ല, തിങ്കളും വ്യാഴം നോമ്പെടുക്കാലോ. തിങ്കളാഴ്ച നോമ്പ് പിടിച്ചു, 6:30ക്കാണ് ബാങ്ക് എന്ന് വിചാരിക്കുക. ഉദാഹരണം, ഒരു 6:30 ബാങ്കെങ്കിൽ ഒരു 6:20 ആകുമ്പോൾ നമ്മൾ ഇത് ഒളുവൊക്കെ എടുത്ത് നമ്മൾ നേരെ നിസ്കാരപ്പയിലേക്ക് വന്നിരുന്നു. ഇപ്പം ഉമ്മമാരെ, സഹോദരിമാരെ, ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. പാപ്പന്മാരെ, പള്ളിയിലേക്ക് പോയി നിങ്ങൾ ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്. എവിടെ ഇരുന്നാലും മതി. നോമ്പുകാരൻ നോമ്പ് മുറിക്കുമ്പോഴുള്ള ദുആ ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത്, നമസ്കാരത്തിന് ശേഷം
നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇപ്പോൾ നിസ്കരിക്കും, അത് ശരിയാ. പക്ഷെ രണ്ടാമത്തെ സലാം വീട്ടുന്ന പള്ളിയുടെ പുറത്താ. ഇമാം ഇങ്ങനെ സലാം വീട്ടി കാത്തിരിക്കും. ജുമയ്ക്കൊക്കെ രണ്ടാമത്തെ സലാം വീട്ട് ഇമാം രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ എഴുന്നേറ്റ് തുടങ്ങും ആൾക്കാർ. ആ വേഗതയാണ്, ഇരിക്കാൻ സമയമില്ല. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുള്ള ദുആ. ഇസ്തിഗ്ഫാർ ഏത് പദവും പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ നീ പുറത്ത്, മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇസ്തിഗ്ഫാർ എന്ന പദത്തിനർത്ഥം പാപമോചനം എന്നാണ്. പാപമോചനം എന്നാണ്. പാപം ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞ്. 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ്. ഇനിയോ ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഈ അബദ്ധത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പൊരുത്തപ്പെട്ടോളി, പൊരുത്തം ചോദിച്ചോളി, മാപ്പ് ചോദിച്ചോളി. അള്ളാഹു നമുക്ക് പാപമോചനം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തത് തെറ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കരുത്. തെറ്റ് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യരുത്. തെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ആ ബാറൊന്ന് തുറന്നിരുന്നെങ്കിൽ ഒന്ന് കുടിക്കാൻ വരുന്നു, വേഗം തുറക്കണേ അല്ലാ. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അള്ളാഹു അങ്ങോട്ട് പോകുമ്പോ ആ പലിശക്കാരനെ കണ്ടെങ്കിൽ ഒന്ന് പലിശ വാങ്ങാൻ വരുന്നു, ഒന്ന് കാണിക്കണേ അല്ലാ. ചെയ്യരുത്, ചെയ്യരുത്. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യരുത്. 1. 2, യോജിക്കാത്ത പദവികൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. യോജിക്കാത്ത പദവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ യോഗ്യത എന്താണ്, നമുക്കറിയാം നമ്മുടെ പദവി എന്താണ്, അല്ലേ? അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ വലിയ തൗഫീഖ് കൊണ്ട് 7 കൊല്ലം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ജാമിഅ ബദരിയ അറബി കോളേജിൽ പഠിച്ചു. അവിടെ നിന്ന് തമിഴ്നാട് വേലൂർ ബാഖിയാത്ത് സോലിഹാത്തിൽ ഉപരിപഠനം നടത്തി ബാക്കവിയായി. അൽഹംദുലില്ലാഹ് പള്ളിയിലെ ഇമാമായി സേവനം ചെയ്യാനും ദറസ് എടുക്കുവാനും പ്രഭാഷണത്തിനൊക്കെ പോകാനൊക്കെ എനിക്ക് കഴിവുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കഴിവുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു എനിക്ക് അതിന് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇപ്പൊ പ്രഭാഷണത്തിന് വേണ്ടി എത്രയോ സ്ഥലത്ത് കാസർഗോഡ് മുതൽ കർണാടകയിലും കാസർഗോഡ് എല്ലാ ജില്ലകളിലും വാതിന് പോകാറുണ്ട്. അതെനിക്കറിയാം, എനിക്കത് കഴിയുമെന്നറിയാം. അള്ളാഹ് എനിക്ക് തന്നൊരു തൗഫീഖാണ്. അപ്പൊ ഞാൻ അള്ളാഹുവേ എന്റെ സംസാരത്തിന് നീ ആഫിയത്ത് തരണേ അല്ലാ, എന്റെ ശബ്ദത്തിന് നീ ആഫിയത്ത് തരണേ അല്ലാ, ഞാൻ പറയുന്ന ആളുകൾക്ക് തിരിയണേ അല്ലാ, ഞാൻ അള്ളാഹു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ ഭാഗ്യം തരണേ എന്ന് എനിക്ക് ദ്വാരക്കാം. അല്ലാതെ പടച്ചൻ എനിക്ക് ജില്ലാ കളക്ടർ ആക്കി തരണേ അല്ലാ, എനിക്ക് ജില്ലാ കളക്ടറായി എനിക്ക് എന്തറിയാം. അള്ളാഹ് എന്നെ നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണേ അല്ലാ, എന്നെ പ്രധാനമന്ത്രിയാക്കണേ അല്ലാ. അപ്പൊ യോജിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. യോജിക്കാത്ത കാര്യങ്ങൾ, സ്ഥാനം മോഹിച്ച് അല്ലെങ്കിൽ അധികാരം മോഹിച്ച് പദവി ആഗ്രഹിച്ച് പണം ആഗ്രഹിച്ച് യോജിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. 3. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യരുത്. എന്ന് പറഞ്ഞ പടച്ചവനെ ഓന്റെ വാഴകൃഷി ഒരു കാറ്റടിച്ചിരുന്നെങ്കിൽ എല്ലാം നശിച്ചേനെ പറയരുത്, പറയരുത്. അതുപോലെ എന്തോരം ചക്കയാ പ്ലാവിൽ ഒടുക്കത്തെ പിടിക്കലാണ് പിടിച്ചത്, തലവേദന പിടിക്കൂല എന്തോ പറയരുത്. ഒരാൾക്ക് ദോഷം വരുന്ന ഒരു പ്രാർത്ഥനയും നമ്മൾ ചെയ്യാൻ പാടില്ല. പടച്ചവനെ ആ 2 പേരും കൂടി അടിയുണ്ടാക്കി തമ്മി തെറ്റണേ ദുആ ചെയ്യരുത്. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന, കുടുംബത്തിലോ ആളുകൾക്കോ ദോഷമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. 4. അള്ളാഹു എനിക്ക് ദീർഘായുസ് തരണേ അല്ലാ, എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടി കള്ളുടിക്കാൻ. ചെയ്യരുത്. ആയുസ്സിനോട് ദുആ ചെയ്യ. എന്തിനു വേണ്ടി? പടച്ചവനെ എനിക്ക് ആയുസ് തരണേ അല്ലാ, എനിക്ക് ഇബാദത്ത് എടുക്കാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ നീ ആഫിയത്ത് തരണേ അല്ലാ. അല്ലാതെ പടച്ചവനെ നീ കുറച്ചുകൂടെയൊക്കെ ആഫിയത്ത് തന്നാൽ കുറച്ചുകൂടെയൊക്കെ കള്ളുടിക്കായിരുന്നു, കുറച്ചുകൂടെയൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കായിരുന്നു പറയരുത്. അങ്ങനത്തെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5. സ്വന്തത്തിനോ മക്കൾക്കോ എതിരായിട്ട് ദുആ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നീ നശിച്ചു പോകും, ഒരു കാലത്ത് നന്നാകല്ലേ അല്ലാന്ന് ദുആ ചെയ്യരുത്. സ്വന്തം ശരീരം അല്ലാഹ് ഞാനങ്ങ് നശിച്ചു പോയെങ്കിൽ പറയരുത്. ആയുസ് തന്ന റബ്ബിനറിയാം ആയുസ് എടുക്കാൻ. നമുക്കത് ആയുസിനെ എടുക്കാൻ പറയാനും അവകാശമില്ല, എടുക്കാൻ അവകാശമില്ല. റബ്ബിനറിയാം നിന്നെ എപ്പോൾ ജീവിപ്പിക്കണമെന്ന് എപ്പോൾ മരിപ്പിക്കണമെന്ന്. അത് അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. നമുക്കെതിരിലും നമ്മുടെ മക്കൾക്കെതിരിലും ദുആ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കളുടെ നാശം നമ്മൾ കൺമുന്നിൽ കാണേണ്ടി വരും. ഉമ്മമാരെ, ഒരു സമുദായത്തിന് വേണ്ടി പ്രവാചകൻ ചെയ്യുന്ന പ്രാർത്ഥന പോലെയാണ് ഒരു മക്കൾക്ക് വേണ്ടി ഉമ്മ ചെയ്യുന്ന ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ പറഞ്ഞോണം ദേഷ്യം വരും, എടാ നീ നന്നാവൂലടാ. പക്ഷെ അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മക്കൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ചിന്തിക്കും, പടച്ചൻ എന്റെ കുട്ടി എന്താ ഇങ്ങനെ, മന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തേ? നമ്മളെ നാക്ക് കൊണ്ട് പറഞ്ഞു പോയതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 5 കാര്യങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളതും 5 കാര്യങ്ങൾ ദുആ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. ഏകദേശം 16ഓളം പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട്. മറ്റൊരു വീഡിയോയിലൂടെ അത് നമ്മൾ പഠിക്കും. അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ അൽഹംദുലില്ലാഹ് വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ, ഇതിലൂടെ കമന്റിലൂടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും അറിയിച്ചിട്ടുണ്ട്.
അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും ദുആരക്കണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്ലിസ്. മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും ചരിത്ര പഠനമാണ്. തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദർ ഹദ്ദാദ് റാത്തിബൊക്കെയായി 10,000 പ്രാമീൻ പിടിക്കുന്ന പ്രാർത്ഥനാ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ ദുആരക്കിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.